രാജ്യത്ത് ഒരു FIR ഇട്ടാൽ ആ FIR-ന് മുകളിലാണ് ED സാധാരണ അന്വേഷണം നടത്തുക. കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക. അങ്ങനെയാണ് സാധാരണ രീതി. ഇപ്പോൾ ഇവിടെ വരുന്ന കാര്യം ഇനി FIR ഒന്നും വേണ്ട, EDക്ക് സ്വമേധയാ ഏത് കേസും എടുക്കാം, എവിടെയും പോയി അന്വേഷിക്കാം എന്നുള്ളൊരു നില കൂടി വന്നിരിക്കുകയാണ് ഇന്നത്തെ കോടതി വിധിയിലൂടെ. ഇത് വീണയിൽ മാത്രം ഒതുങ്ങുമെന്ന് തോന്നുന്നുണ്ടോ? അജിംസ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യം അജിംസ്. ഇതിൻ്റെ അകത്ത് വീണയുടെയും പിണറായി വിജയൻ്റെയും മാത്രം കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ പോകണമെങ്കിൽ ഇന്നത്തെ കോടതി വിധിയിൽ വളരെ പ്രധാന കാര്യം, ഒരുപക്ഷെ ഏറ്റവും ചർച്ച ചെയ്യേണ്ട വിഷയമാണത്. അത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കോ അല്ലെങ്കിൽ മറ്റേ CMRL കണ്ടെത്തി ഡയറിയിലെ രാഷ്ട്രീയ നേതാക്കളുടെ പിന്നിൽ പോകുന്നുള്ള പ്രധാനപ്പെട്ട കാര്യം, ED ഒരു രാഷ്ട്രീയ ടൂളായിട്ട് പലപ്പോഴും കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നുണ്ട്. കേന്ദ്ര ഏജൻസിയിലേക്ക് പലപ്പോഴും അത് നമ്മൾ കാണേണ്ടത് രാഷ്ട്രീയക്കാർക്ക് നേർക്ക് മാത്രമല്ല, മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയും ED ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രബീർ പുരകാശ അവസാനം വെറുതെ വിടുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ED പല സ്ഥാപനങ്ങൾക്കെതിരെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ED കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ടൂള് തന്നെയാണ്. അത് കാണാതിരിക്കേണ്ട. കേസിൻ്റെ മെറിറ്റ് വേറെ നമുക്ക് പരിശോധിക്കാനാണ്. പക്ഷേ ഇത്തരം കോടതി വിധികൾ ആശങ്കാജനകമാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ FIR ഇടാതെ കേസ് അന്വേഷിക്കാൻ പറഞ്ഞാൽ അത് ആർക്ക് നേരെയും തിരിയാം. നമ്മൾ വിചാരിക്കും ഏതാണ് ചില രാഷ്ട്രീയക്കാർ നമുക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ നമുക്ക് ഒരുപക്ഷെ നമുക്ക് ചില ബോധ്യങ്ങളുള്ള കേസുകൾ അത് ശരിയാകുന്നു. പക്ഷേ ആ ബോധ്യമില്ലാത്ത കേസുകളിലേക്കും അത് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതായത് നാളെ മാധ്യമപ്രവർത്തകർക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും അതുപോലുള്ള സ്വതന്ത്രമായ വ്യക്തികൾക്കും ഒക്കെ തന്നെ ഇത് മാനദണ്ഡമാവുകയാണെങ്കിൽ, ഇതാണ് ഈ അവലംബിത മാർഗമാവണമെങ്കിൽ അത് ആപൽക്കരമായിരിക്കും. അത് നമ്മുടെ മൗലികാവകാശങ്ങളെ ധ്വംസിക്കുന്നതായിരിക്കും. ഒരു സംശയം അകത്തുണ്ട. ഞാൻ ഇത് പറയുന്നത് CMRലെ ബന്ധപ്പെട്ട് വീണ ടിയുടെ കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മെറിറ്റ് അതിൽ പരിശോധിക്കും. പക്ഷേ കോടതി വിധികൾ ഒരു പ്രീസിഡൻസാണ്. കോടതി വിധികൾ ഒരു ഉത്തരവ്, അതിനും അതിൻ്റെ ആഘാതങ്ങളുണ്ട്. അത് മറ്റു കാര്യങ്ങളിലേക്ക് നയിക്കും. അപ്പോൾ ഈ വിധിയിൽ അജിംസ് ശരിയായി ചൂണ്ടിക്കാണിച്ച പോലെ ഇതിനങ്ങനെ പ്രത്യാഘാതമുണ്ട്. പലപ്പോഴും നമ്മുടെ ഇതിനകത്ത് വീണ ടിയുടെ കാര്യത്തിൽ ചില ബോധ്യങ്ങൾ എല്ലാവർക്കും ഉണ്ടായാലും പലർക്കും ഉണ്ടാവാം. ആ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം അത് വിലയിരുത്തിയാൽ അതത്ര നന്നായിരിക്കില്ല. കാര്യം EDയുടെ തീരുമാനങ്ങൾ ഒരു വ്യക്തിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നതല്ല, അതിന് മറ്റ് പല സ്ഥലങ്ങളും ആഘാതമുണ്ടാവും. അത് കേരളത്തിലുണ്ടാകുന്ന മാത്രം ആഘാതമായിട്ട് കാണരുത്. കേരളം മാത്രമല്ല, വിശാലമായി ഇന്ത്യയിലെ EDക്ക് എവിടെയും പ്രവർത്തിക്കാം. അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം അടിവരായിട്ട് പറഞ്ഞെ, കേസിൻ്റെ മെറിറ്റ് വേറെ. CMRലെ ബന്ധപ്പെട്ട് വീണയുടെ SFIOൻ്റെ കേസ്, അതാണ് ഏറ്റവും പ്രധാനം. EDയെക്കാളും പ്രധാനപ്പെട്ട കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കണ്ടെത്തലാണ്. EDയുടെ മണി ലോണ്ടറിങ്ങിനെ കുറിച്ച് പല കാര്യങ്ങളും നമുക്ക് വിപരീതമായിട്ട് ആലോചിക്കാം. പല വിഷയങ്ങളും അതിനെക്കുറിച്ചും സംശയം ഉന്നയിക്കാൻ നമുക്ക് പലർക്കുണ്ട്. അതായത് ഈ കേസിൽ ബോധ്യമുള്ള ആൾക്കാർക്ക് പോലും EDയെ ബന്ധപ്പെട്ട് പല വിമർശനങ്ങളും ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്കതുണ്ടായില്ല, തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോടതി വിധിയുടെ ഇത്തരം പ്രത്യാഘാതത്തെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കണം. അത് ആലോചിക്കേണ്ടത് ഇവിടുത്തെ കേരള പ്രതിപക്ഷം UDF ആണെങ്കിൽ UDFിനകത്ത് അവരുടെ ചില അല്ലെങ്കിൽ അവരുടെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു വിമർശന അംഗീകാരം കിട്ടുന്നതിനൊക്കെ ഉപരിയായിട്ട് ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ കേസ് അന്വേഷണത്തിന് FIR ഇടത് അന്വേഷിക്കാൻ EDക്ക് കൊടുക്കുന്ന ഒരു അവകാശം, അത് കൂടുതൽ നമ്മൾ വിശദാംശം അന്വേഷിക്കേണ്ട ഒരു കാര്യം. മറ്റ് കോടതി വിധികൾ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് തീർച്ചയായിട്ടും അതിൻ്റെ പ്രത്യാഘാതം കേരളത്തിലെ ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുന്നതല്ല, അതിൻ്റെ വ്യാപ്തി വലുതാണ്.